ജീവിതത്തിൽ പരിശോധനകൾ കൂടി വരുന്നുണ്ടോ? പിടിച്ചു നിൽക്കാൻ കഴിയില്ല, പരാജയപ്പെട്ടു പോകുമെന്നുള്ള ഭീതി നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഇന്ന് കർത്താവ് നിങ്ങളെ ധൈര്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, ബലപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തളർന്നു പോകുവാൻ, ദൈവം അനുവദിക്കുന്ന പരിശോധനയിൽ തളർന്നു പോകുവാനും തകരുവാനും ദൈവം സമ്മതിക്കില്ല. ഉറപ്പാണ്, ദൈവം സമ്മതിക്കില്ല. ഹല്ലേലൂയ. ദൈവം അബ്രഹാമിനെ പരിശോധിക്കുന്ന കാഴ്ച ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലുണ്ട്. തന്റെ ഏകജാതനായ മകനെ, ദൈവം പ്രോമിസ് ചെയ്ത മകനെ ദൈവം തിരിച്ചു ചോദിക്കുന്ന കാഴ്ച. ആ പരിശോധനയിൽ അബ്രഹാം പതറിപ്പോയില്ല. എന്നാൽ പലതരത്തിലുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ തക്ക സമയമായപ്പോൾ യഹോവ അവന്റെ പർവ്വതത്തിൽ പ്രത്യക്ഷനാകും മകനെ എന്ന് പറഞ്ഞ് യഹോവ ഇര എന്ന പേരിട്ട് ഒരു ദൈവപ്രവൃത്തി അവിടെ കാണുവാനിടയായി. മാത്രമല്ല, ആ പരിശോധന കഴിഞ്ഞപ്പോൾ ദൈവം അവനെ ഐശ്വര്യമായി അനുഗ്രഹിച്ചു. എന്ന് പറഞ്ഞാൽ അവനെ സകല ജാതികൾക്കും പിതാവാക്കി വെച്ചു. യഹൂദന്മാരുടെ മാത്രമല്ല, ഇസഹാക്കിലൂടെ ജനിക്കുന്നവരുടെ മാത്രമല്ല, സകല ജാതികൾക്കും പിതാവാക്കി വെച്ചു, ഐശ്വര്യമായി അനുഗ്രഹിച്ചു. ചുരുക്കത്തിൽ ദൈവം കടത്തിവിടുന്ന പരിശോധന തീവ്രമായിട്ടായിരിക്കും. ലോകത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പരിശോധനയായിരിക്കും. വേറെ ആർക്കും ഇല്ലാത്ത പരിശോധനയായിരിക്കും. വേറെ ആരും ആ വഴി കൂടെ പോകാത്ത അത്തരത്തിലൊരു അനുഭവം മറ്റുള്ളവർക്ക് പറയാനില്ലാത്ത അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്ക് ദൈവം തരുന്നത്. അങ്ങനെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവം നിങ്ങൾക്ക് അത്ഭുതകരമായ വിടുതൽ വെച്ചിട്ടുണ്ട്. ഒരിക്കലും മറ്റാർക്കും ഇല്ലാത്ത അനുഗ്രഹവും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കുന്നതാണ് നമ്മുടെ പ്രശ്നം. ഹല്ലേലൂയ. എല്ലാവരും പതറിപ്പോകാറിടയുണ്ട്. പക്ഷേ ദൈവ സാന്നിധ്യം അടുത്തുണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞ് മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇയ്യോബിനെ ദൈവം പരിശോധിക്കുകയുണ്ടായി. ഇയ്യോബിനെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അദ്ദേഹം പിടിച്ചു നിന്നത്? മക്കളെല്ലാം മരിച്ചു പോയപ്പോഴും, ശരീരം മുഴുവൻ വ്രണം ബാധിച്ചപ്പോഴും, ഭാര്യ ഏറ്റവും നെഗറ്റീവായ വാക്ക് പറഞ്ഞ് മരിക്കാൻ പറഞ്ഞ സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകളൊക്കെ ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിക്കുന്ന വാക്കുകളായിരുന്നു. ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിക്കുകയാണ്. അവനെന്നെ കൊന്നാലും ഞാൻ അവനെ കാത്തിരിക്കും, അവനെന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. അപ്പൊ ഇത്തരത്തിൽ ദൈവത്തിന്റെ ഭാഗത്തോട്ട് കയറി നിന്നിട്ട് മാനുഷിക ബന്ധങ്ങൾക്കൊന്നും ഒരു വിലയും കൊടുക്കാതെ ദൈവമാണ് എൻ്റെ എല്ലാമെന്നും പറയാൻ, അങ്ങനത്തെ ഒരു ബന്ധത്തിൽ കയറി നിൽക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നഷ്ടങ്ങളിൽ നമുക്ക് പിറുപിറുപ്പില്ലാതെ ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കാനും ആ നഷ്ടങ്ങളൊക്കെ പിന്നീട് ലാഭമാക്കി മാറ്റാനും പറ്റുള്ളൂ. ഹല്ലേലൂയ. നമ്മുടേതൊന്നും നമുക്ക് തന്നൊക്കെ നമ്മൾക്കുള്ളതാണെന്നും നമ്മൾ കണ്ടുപിടിച്ചതുപോലെ നമ്മളതിനെ കൊണ്ടു നടക്കുമ്പോഴാണ് പരിശോധനയ്ക്കകത്ത് നമ്മൾ പതറിപ്പോകുന്നു. പക്ഷെ ദൈവത്തിൻ്റെതാണെന്നും ദൈവം നൽകിയതാണെന്നും അതിനകത്ത് ദൈവത്തിന് ഉദ്ദേശമുണ്ടെന്നും ദൈവത്തിനാണ് ഏറ്റവും ഉത്തരവാദിത്വം എന്നൊക്കെ നമ്മൾ തിരിച്ചറിയാനായിട്ട് ചിലപ്പോൾ താമസിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് സകലം നൽകിയത് അവന്റെ പദ്ധതിക്ക് വേണ്ടിയാണ്. അവൻ ചോദിച്ചാൽ കൊടുക്കണം. ഹല്ലേലൂയ. എളുപ്പമുള്ള കാര്യമില്ലെങ്കിലും അവിടെ ദൈവം നമുക്ക് കൃപ തരും. നമ്മുടെ മനസ്സ് ദൈവത്തെങ്കിലേക്ക് ഒന്ന് പറ്റിയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നോക്കിയേ, യേശുവിനെ നോക്കിയേ. യേശു എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുകയും. അതിന് കാരണം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. സന്തോഷം ഓർത്തു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത്. അപ്പം ഒടുവിൽ വരുമ്പോൾ ഈ പരിശോധനയെല്ലാം ഓവർകം ചെയ്ത് കഴിയുമ്പോൾ ദൈവികമായ ഒരു ഉയർച്ച ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് ഏത് വിഷയത്തിലാണ് നിങ്ങൾ പതറിപ്പോകുന്നത്, ഏത് വിഷയത്തിലാണ് നിങ്ങൾ പിടിച്ചേക്കാൻ പറ്റാത്ത പരിശോധനകളെ പോകുന്നത്, ആ വിഷയത്തിൽ തന്നെ ദൈവത്തിന്റെ ഒരു വലിയ കരുണ നിങ്ങളുടെ മേൽ വരികയും കൃപ വരികയും നിങ്ങൾ ആ വിഷയങ്ങളെ ഓവർകം ചെയ്യും. ദൈവം നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. നമ്മൾ ഒറ്റയ്ക്കല്ല സഞ്ചരിക്കുന്നത്. ദൈവത്തിന്റെ മക്കൾ ആരും ഒറ്റയ്ക്കല്ല. നമ്മൾ പരിശോധിക്കപ്പെടുന്നു ഒറ്റയ്ക്കല്ല. കർത്താവിനെ കൂട്ടുപിടിച്ച് നമ്മളെ കർത്താവിനോട് ചേർത്ത് പണിത നമ്മൾ ബൈബിളിൽ പഠിക്കുമ്പോൾ, പുതിയ നിയമത്തിൽ പഠിക്കുമ്പോൾ നമ്മൾ യേശു നമ്മിലും നാം അവനിലുമായി കഴിഞ്ഞിരിക്കുന്നു. അത്ര വലിയ ബന്ധമാണ്. ലോകത്തിൽ അങ്ങനത്തെ ഒരു ബന്ധമേ ഇല്ല. ഒരിക്കലും ഭാര്യയും ഭർത്താവുമായിട്ടോ മക്കളും മാതാപിതാക്കളോട്ടോ അങ്ങനത്തെ ഒരു ബന്ധമേ ഇല്ല. അതിൽ കൂടി ബന്ധം പിന്നെ ലോകത്തിലേതാവളെ. പക്ഷെ അതിലും ബന്ധം യേശുക്രിസ്തു മുഖാന്തരമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കും. അങ്ങനത്തെ ഒരു ബന്ധം ലോകത്തിലില്ല ആർക്കും. ആ ഒരു ബന്ധം നൽകി നമ്മളെ ദൈവം സംരക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ കൂടെ അവനുണ്ട്. അവനറിയാതൊന്നും സംഭവിക്കുകയില്ല.
മാത്രമല്ല അവൻ നമ്മൾ ഒരിക്കലും കൈവിടുകയില്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പരിശോധനകളിൽ ദൈവം കൈവിടത്തില്ല. കർത്താവ് അറിയുന്നുണ്ട്, കർത്താവ് കാണുന്നുണ്ട്, കർത്താവ് കൂടെ നിൽക്കുന്നുണ്ട്, കർത്താവ് നമ്മളെ വഴി നടത്തും. എല്ലാം ദൈവത്തിന്റെ പദ്ധതിയിലാണ് നമ്മൾ തിരിച്ചറിയാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ദൈവം തന്റെ ജനത്തെ പരിശോധിച്ചു, മോശയെ പരിശോധിച്ചു, ഇസ്രായേൽ ജനത്തെ 40 വർഷം പരീക്ഷിച്ചു. ഇപ്പൊ ഇതൊക്കെ ദൈവം അങ്ങനെ കടത്തിവിട്ടു. പക്ഷെ അതിനെല്ലാം ഒടുവിൽ നമ്മൾ നോക്കുമ്പോൾ നാശമോ നഷ്ടമോ ഒന്നുമല്ല. വിശ്വസിച്ചവരെല്ലാം, ദൈവത്തിന്റെ പക്ഷത്ത് ചേർന്ന് നിന്നവരെല്ലാം, ദൈവത്തെ ചോദ്യം ചെയ്യാതെയും ദൈവത്തെ കുറ്റം പറയാതെയും പിറുവിറുക്കാതെയും നിന്നവരെല്ലാം വാഗ്ദത്തം പ്രാപിച്ചു. അവർ ശ്രേഷ്ഠമായ നന്മകൾ പ്രാപിച്ചു. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 2-3 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്: എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം നേടുവീൻ. സന്തോഷം നേടണമെങ്കിൽ സന്തോഷം വരണം, അല്ലേ? പക്ഷേ നമ്മൾ സന്തോഷം എണ്ണണം. സന്തോഷം അല്ല വരുന്നത്, പക്ഷെ ഇത് സന്തോഷമായിട്ട് അങ്ങ് എണ്ണിക്കോളാൻ പറയാ. എന്താ? സ്ഥിരത ഉളവാക്കും. അങ്ങനെ നമ്മൾ എണ്ണുമ്പോൾ നമുക്ക് സന്തോഷമായിട്ട് വരും. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയാണ് ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെച്ചിരിക്കുന്നത്. 1 പത്രോസ് 4-ാം അധ്യായം 13-14 വാക്യം: ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ വരും. 14-ാം വാക്യം: ക്രിസ്തുവിന്റെ നാമഹേതുവായി നിങ്ങൾ നിന്ന സഹിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ. മഹത്വത്തിന്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുന്നു. അപ്പൊ നിന്ന സഹിക്കുമ്പോൾ എല്ലായിടത്തും എല്ലായിടത്തും പരിഹാസം, എല്ലായിടത്തും ഒറ്റപ്പെടൽ. ഇനിയിപ്പോ ആർക്കും എന്നെ വേണ്ട. പക്ഷേ നിന്ന സഹിക്കുന്നവർക്ക് ദൈവം ഒരു മഹത്വത്തിന്റെ ആത്മാവ് വെച്ചിരിക്കുന്നു. അപ്പൊ നിന്നയുടെ നേരെ ഓപ്പോസിറ്റ് അംഗീകാരം അല്ലെങ്കിൽ മഹത്വം ഒക്കെയാണ്. അപ്പൊ നിന്ന സഹിക്കുന്നവർ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആത്മാവ് അവരിൽ വസിക്കുന്നു. ഹല്ലേലൂയ. അതിനെ ആർക്കും എടുത്തു കളയാൻ പറ്റുകയില്ല. നിങ്ങൾക്ക് മഹത്വം വർദ്ധിപ്പിക്കും. നിന്ദകളിലൂടെ, ലോകത്തിന്റെ നിന്ദകളിലൂടെ ദൈവത്തിന്റെ ദൈവികമായ മഹത്വത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിച്ച് ദൈവത്തിന്റെ മഹത്വം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് നിരാശപ്പെടരുത്. പരീക്ഷകൾ കൂടി വരുമ്പോഴും, കഷ്ടതകൾ കൂടി വരുമ്പോഴും കർത്താവ് കൈവിടുന്നില്ല. അവന്റെ സാന്നിധ്യം കൂടെയുണ്ട്. നിങ്ങൾ അതിനെ ജയിക്കും. നിങ്ങളിൽ അത്ഭുതകരമായ ദൈവമഹത്വം വെളിപ്പെടും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ഞങ്ങളെ ഒന്നിച്ചിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേട്ട് കർത്താവെ, ഇതെന്റെ അനുഭവമാണല്ലോ എന്ന് കണ്ട് അതിനോട് ചേർന്ന് ആ വചനം സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിലെ വേദനയുടെ ശോധന നിലവിളിച്ച് പതറിപ്പോകാതെ, പിന്മാറിപ്പോകാതെ, പ്രവൃത്തു പോകാതെ, കർത്താവേ, അങ്ങ് വിശ്വസ്തരെന്ന് എണ്ണിക്കൊണ്ട് ഇത് നന്മയാക്കി മാറ്റുമെന്ന്, ഇത് മഹത്വത്തിന് വേണ്ടിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനോട് ചേർന്നിരിപ്പാൻ സഹായിക്കണം. കർത്താവിന്റെ ജീവിതത്തിലെല്ലാം നന്മയാക്കി മാറ്റണമേ, അത്ഭുതങ്ങൾ ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ചില വഴികൾ അടഞ്ഞുപോയത് ദൈവത്തിന്റെ പുതിയ വഴി തുറക്കാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ്, ചില വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി കൊട്ടിയടച്ചത് ദൈവത്തിന്റെ പുതിയ വാതിലുകൾ കാണാനാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ചില വേദനകളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നത് അനേകങ്ങളുടെ വേദനകളെ തിരിച്ചറിയാനും ഉൾക്കൊള്ളുവാനും വേണ്ടിയാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. കർത്താവേ, സകലത്തിനും നന്ദി പറയുന്നു. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. നിന്റെ മഹത്വത്തിനായി സമർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.